ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇത് പാലപ്പത്തിന്, ഇടിയപ്പത്തിന്, ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതെൻ്റെ മദർ ഇൻ ലോയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത റെസിപ്പിയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ സവോള വഴറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു ക്യൂബ്സായിട്ട് ഞാൻ അരിഞ്ഞ രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അരിഞ്ഞതായിരിക്കണം. അങ്ങനെ ഇതെല്ലാ വെജിറ്റബിൾസും ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. അങ്ങനെ ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് ഇത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ, ഞാൻ നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമൽ വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് നമുക്കത് അടച്ച് വെച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ചിലർ തേങ്ങാപ്പാലിൽ വേവിക്കും, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് വെള്ളത്തിൽ വേവിക്കാൻ. പക്ഷെ അമ്മയുടെ അമ്മയൊക്കെ തേങ്ങാപ്പാലിലാണ് വേവിച്ചിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തോന്ന് വെച്ചാൽ പെരിഞ്ചീരകവും കുരുമുളകും ഏലക്കയുമാണ്. ഏലക്കയുടെ തൊലി നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എത്ര അളവ് എടുക്കണമെന്നുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ മസാല നമുക്ക്. അങ്ങനെ ഇത് വഴറ്റി വെന്തതിന് ശേഷം 1 ടീസ്പൂണ് ഈ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, അത് 1 ടീസ്പൂൺ ഇതിൻ്റെ അകത്തിടണം. ഈ 2 മസാലയുള്ളൂ ഈ കറിക്കുള്ളത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റുക. ആ മസാലയുടെ ആ മണം, ആ കുത്തുമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഒരു 3 പച്ചമുളക്, കാരണം മസാലയിൽ നമ്മൾ കുരുമുളക് ചേർത്തതുകൊണ്ട് ചിലപ്പം എരിവ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ പക്ഷേ എനിക്ക് എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ്. ഇതിപ്പോൾ സെക്കൻഡ് കോക്കനട്ട് മിൽക്കാണ് 2 കപ്പ് ഒഴിക്കുന്നത് ഞാൻ. പിന്നെ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് നമുക്ക് 1/2 കപ്പ് മതി കേട്ടോ. അത് അവസാനം നമ്മൾ ഒഴിക്കും. അപ്പോൾ ഇത് 2ാം പാലിൽ വേവിക്കട്ടെ അവിടെ ഇരുന്ന്. ആ സമയത്ത് നമുക്ക് കടുക് വറുക്കുന്നത് കടുകും പിന്നെ നമ്മുടെ ചെറിയുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് അത് മൂപ്പിക്കുക. അപ്പോൾ അത് അവിടെ മൂക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കറി റെഡിയായി. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, ആ 1/2 കപ്പ് അതും കൂടെ ഒഴിച്ച് അത് റെഡിയാക്കി കഴിയുമ്പോൾ ഈ കടുക് വറുത്തത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലയിൽ നിന്ന് 1/2 ടീസ്പൂൺ ഗരം മസാല കറിയുടെ മുകളിലേക്ക് വിതറാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.